ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടൻ, മമ്മൂക്ക രണ്ടുപേരും മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളാണ്. മലയാളികളുടെ വികാരമാണ്, മലയാളികളുടെ കണ്ണിലുണ്ണികളാണ്. പക്ഷെ രണ്ട് രീതിക്കാണ് രണ്ടുപേരും മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറിയിട്ടുള്ളത്. ലാലേട്ടൻ തന്റെ ജന്മസിദ്ധമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള അഭിനയിക്കാനുള്ള ശേഷി പുറത്തേക്ക് എടുത്ത് അത് പ്രകടിപ്പിച്ച് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു നേടിയിട്ടുള്ളത്. എന്നാൽ അതേസമയം മമ്മൂക്ക തനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി സിനിമയിലേക്ക് വന്നിട്ട് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം അവിടെ നിൽക്കാൻ ട്രൈ ചെയ്യുകയും മാക്സിമം ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് തന്റെ ഒരു ഇല്ലാത്ത കഴിവിനെ ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. ആ രീതിക്ക് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ പദത്തിലൂടെയാണ് നമ്മുടെ മമ്മൂക്ക പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയിട്ടുള്ളത്. അപ്പൊ രണ്ട് രീതിക്കാണെങ്കിലും ശരി, ഈ മമ്മൂക്കയും ലാലേട്ടനും ഇല്ലാത്തൊരു മലയാള സിനിമ നിലവിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം വലിയ വലിയ സിനിമകൾ തന്നിട്ടുണ്ട്, അത്രയേറെ നല്ല കഥാപാത്രങ്ങൾ രണ്ടുപേരും തന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൽ ലാലേട്ടന്റെ കരിയർ നോക്കുകയാണെങ്കിൽ വൻ കഷ്ടത്തിലായിരുന്നു. പക്ഷെ മമ്മൂക്ക ഹിറ്റോട് ഹിറ്റ് തീർത്തിട്ട് അങ്ങ് ഉയരത്തിലേക്ക് പോകുമായിരുന്നു. മമ്മൂക്കയുടെ സിനിമ സെലക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് ആണെങ്കിലും പുള്ളിയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ശരി, എല്ലാം ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്നു. പുള്ളി ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അപ്ഡേഷനൊക്കെ വെച്ച് പുള്ളി മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി സിനിമ പ്രേക്ഷകർക്കൊക്കെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഒരു പ്രചോദനം കൂടിയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ലാലേട്ടൻ തന്റെ കരിയറിൽ ഉണ്ടാക്കാവുന്ന എല്ലാ ചീത്തപ്പേരും ഉണ്ടാക്കിയെടുത്ത് മാക്സിമം ഒരു കോമാളി ലെവലിലേക്ക് വരെ മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് പുള്ളിക്കാരൻ ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഫ്ലോപ്പായിട്ടുള്ള സാധനങ്ങൾ. വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ അതിന്റെ ഇടയിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടുള്ളൂ. അതും പ്രത്യേകിച്ചും OTT-യിൽ വന്ന സിനിമകളൊക്കെയാണ് കാര്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയിട്ടുള്ളത്. സോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള ലാലേട്ടനെ കുറിച്ച് വരേക്കും ആലോചിക്കേണ്ടി വന്നു അത്തരം ഒരു സാഹചര്യത്തില്. കാരണം പണ്ടൊക്കെയുള്ള ലാലേട്ടന്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ സാധനമായിരുന്നു. പുള്ളിക്കാരൻ തന്നിട്ടുള്ള കഥാപാത്രങ്ങൾ, പുള്ളിക്കാരൻ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു അഭിനയം എന്ന് പറയുന്ന സംഭവം ഒക്കെ അടിപൊളി സംഭവമായിരുന്നു. ഞാൻ ഈ അടുത്തായിരുന്നു കന്മദം എന്ന് പറയുന്ന സിനിമ കുറെ കാലത്തിന് ശേഷം വീണ്ടും കണ്ടത്. അപ്പൊ പണ്ട് കണ്ട വളരെ സ്വാഭാവികമെന്ന് തോന്നിയ ഒരു സിനിമ കുറെ കാലത്തിന് ശേഷം കാണുമ്പോൾ ലിറ്ററലി ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം ലാലേട്ടൻ ചെയ്തതെന്ന് എനിക്ക് അതിശയമായി പോയി. കാരണം അത്രയേറെ ഭംഗിയായിട്ടാണ് പുള്ളി ആ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു പാട്ടുണ്ട്, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന് പറയുന്ന ആ പാട്ടിനകത്ത് ഒരു മുത്തശ്ശിയുടെ കൂടെ പുള്ളി ഡാൻസ് ചെയ്യുന്ന സംഭവമുണ്ട് പാട്ടിന്റെ തുടക്കത്തില്. അന്നൊക്കെ എനിക്കത് സ്വാഭാവികമായിട്ടുള്ള ഒരു സാധാരണ സംഭവമായിട്ട് തോന്നി. പക്ഷെ ഇന്ന് കാണുമ്പോൾ എനിക്ക് പറഞ്ഞ അത്ഭുതമാണ് വരുന്നത്. എന്തൊരു ഭംഗിയായിട്ട് ഒരു മുമ്പിൽ നിൽക്കുന്ന പ്രായമേറിയിട്ടുള്ള വാർദ്ധക്യം വന്നിട്ടുള്ള വ്യക്തിയോട് കാണിക്കേണ്ട വാത്സല്യമൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് ലാലേട്ടൻ ഈ സംഭവം നമുക്ക് തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് 90-കളിലെയും 2000-ന്റെ തുടക്കത്തിലെ കഥാപാത്രങ്ങളൊക്കെ അത്രയും ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ആ ലാലേട്ടനെയാണ് നമുക്ക് മിസ്സായിട്ടുള്ളത്. ലാലേട്ടന്റെ ആ ഒരു അഭിനയം മാത്രമല്ല, പുള്ളിക്കാരന്റെ ഡാൻസിന് കൂടി പ്രത്യേകം പറയേണ്ടി വരും. മലയാള സിനിമയിൽ ലാലേട്ടനെ പോലെ ഇത്രയും ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന മറ്റൊരു നടൻ തന്നെ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അത്രയ്ക്ക് താളബോധമുള്ള ഒരു ആർട്ടിസ്റ്റാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. പുള്ളി ചെയ്തിട്ടുള്ള ഓരോ സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ക്ലാസിക്കൽ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, പുള്ളി ഭയങ്കര ഡപ്പാങ്കൂത്ത് സ്റ്റൈൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡാൻസും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തെല്ലാം ചടുലമായിട്ടുള്ള താളബോധം എന്ന് പറയുന്ന സാധനമാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച മറ്റേതൊരു ആക്ടർ ചെയ്യുന്നേക്കാളും ഭംഗിയായിട്ട് ലാലേട്ടൻ ആ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ലാലേട്ടനെയൊക്കെ കണ്ട് വളർന്നിട്ടുള്ള നമ്മുടെ കുട്ടിക്കാലത്തിൽ നിന്ന് മുമ്പിലേക്ക് വരുമ്പോൾ ആ ലാലേട്ടനെ നമുക്ക് വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു. അതിനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് ഓരോ നടന്മാരും കാലങ്ങൾ കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. ലാലേട്ടന് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്ന നടന്റെ ആ ഒരു അഭിനയത്തിന്റെ കാര്യം മാത്രമല്ല, പുള്ളി ഓടിയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. സോ പുള്ളിക്ക് ആ ഒരു അഭിനയത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പുള്ളി എന്ന് പറയുന്ന ആ ഒരു നടൻ തെരഞ്ഞെടുക്കുന്ന സിനിമകളിൽ ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടം, പരാജയങ്ങളുണ്ട്. ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത് ലാലേട്ടൻ എന്ത് പറ്റി, ഇത്രയേറെ ഫ്ലോപ്പ് സിനിമകൾക്ക് പോയിട്ട് ഡേറ്റ് കൊടുത്തിട്ട് സ്വയം ഒരു കോമാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടനെ കുറിച്ച് ഓർത്ത് മലയാളികൾ പരിഹസിച്ചു, മലയാളികൾ ഖേദം പ്രകടിപ്പിച്ചു. ഈ ലാലേട്ടനെ അല്ല, നല്ല പഴയൊരു ലാലേട്ടനെ ഞങ്ങൾക്ക് വേണമെന്നും ആ കഴിവുള്ള ലാലേട്ടനെ ഞങ്ങൾക്ക് വേണമെന്നും മലയാളികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സോ അത്തരത്തിലുള്ള ഒരുപാട് മലയാളികളുടെ ലാലേട്ടന്റെ വൻ തിരിച്ചുവരവനായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് ലാലേട്ടൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ജീവൻ കൊടുക്കുമെന്നാണ് ഓരോ മലയാളിയും, ഞാനടക്കമുള്ള ഓരോ മലയാളികളും സ്വപ്നം കാണുന്നതും പ്രതീക്ഷിക്കുന്നതും. അപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 2 ദിവസം കഴിഞ്ഞ് റിലീസായി കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റടിക്കുമോ, ആ സിനിമ നാഴികക്കല്ലാവുമോ, സിനിമ ചരിത്രം തീർക്കുമോ തുടങ്ങിയ
ഒരുപാട് ചോദ്യങ്ങൾക്കൊപ്പം മലയാളികളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ലാലേട്ടൻ ശക്തമായിട്ട് മലയാള സിനിമയിൽ കാൽ വെക്കുമോ, തിരിച്ചു വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ വരട്ടെ, അങ്ങനെ വരണമെന്നാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് എനിക്കും ആഗ്രഹമുള്ളത്. ഏതായാലും ആ ഒരു ആഗ്രഹത്തിനോടൊപ്പം തന്നെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്ക് മുൻപായിട്ട് ഇതിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഞാൻ ചുമ്മാ അങ്ങനെ ആലോചിച്ച് ആ സിനിമയെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി ചുമ്മാ അങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ നോക്കുന്നത് ലൂസിഫർ സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ എത്ര സിനിമകൾ ചെയ്തു, അതിൽ എത്ര ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്, എത്ര ഹിറ്റുകൾ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാൻ തോന്നി. ലൂസിഫർ തൊട്ട് എമ്പുരാൻ വരേക്കുമുള്ള ലാലേട്ടന്റെ ഒരു സിനിമാ ജീവിതത്തെ കുറിച്ച്, അതിൽ അദ്ദേഹം ചെയ്ത ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചും, ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഹിറ്റ് ആണെങ്കിൽ ഹിറ്റ്, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആണെങ്കിൽ ഫ്ലോപ്പ് തുടങ്ങിയിട്ടുള്ള ഇമ്പാക്ട് പരിപാടികളൊക്കെ വെച്ചിട്ട്, ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള അനന്തരഫലം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ലൂസിഫർ സിനിമ 2019 റിലീസ് ചെയ്യുന്നത്. അതിന് മുൻപേ തന്നെയായിട്ട് ആക്ച്വലി ലാലേട്ടന്റെ ഏറ്റവും വലിയ ഫ്ലോപ്പ് ആയിട്ടുള്ള അങ്ങേയറ്റം ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒടിയൻ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലൂസിഫർ വരുന്നു. ലൂസിഫർ വന്ന് അതൊരു ഹിറ്റായി മാറി. കേരളത്തെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഒക്കെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാര്, അവരെ ഭരിക്കുന്ന ടൈക്കോണുകൾ, ഇവരൊക്കെ നിയന്ത്രിക്കുന്ന ലൂസിഫർ എന്ന് പറയുന്ന തിന്മയെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ടുള്ള ലൂസിഫർ ആയിട്ടാണ് അതിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രമായി ലാലേട്ടൻ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് മോഹൻലാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മോഹൻലാൽ സിനിമ തന്നെയാണ്. പക്ക കൊമേഴ്ഷ്യലായി എടുത്തിട്ടുള്ള, അതിനു വേണ്ട ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മാസ് മൂവിയാണ്. എന്നാൽ അതേസമയം തന്നെ വൈകാരികപരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറെ എത്രത്തോളം ഭംഗിയായിട്ട് ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റുമോ അതേപോലെ തന്നെയായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയായി വന്നിട്ടുള്ള ലാലേട്ടനും ഈ സിനിമയ്ക്കകത്ത്. സോ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് അത്യാവശ്യം മികച്ച രീതിയിലുള്ള വിജയം തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. സോ പൂർണ്ണമായിട്ടും മോഹൻലാൽ ആരാധകരുടെ സിനിമ എന്ന് പറയാവുന്ന ലൂസിഫർ തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ വൻ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ലാലേട്ടന്റെ ഒരു വലിയ ഈ പറയുന്ന ഒടിയൻ സിനിമയ്ക്ക് ശേഷമുള്ള ഒരു ഫ്ലോപ്പിന് ശേഷമുള്ള ഒരു വൻ തിരിച്ചുവരവായിട്ട് ഈ സിനിമയെ എല്ലാവരും ആഘോഷിച്ചെങ്കിലും, ഒരു ഗംഭീരമായ സിനിമ ഇദ്ദേഹം ചെയ്തെങ്കിലും തൊട്ട് പിന്നാലെ ഇദ്ദേഹം അടുത്ത ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് തലവെച്ചു. അതായിരുന്നു ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന സിനിമ. ലിറ്ററലി എനിക്ക് വളരെയധികം അറപ്പുളവാക്കിയ സിനിമയായിരുന്നു ഇട്ടിമാണി എന്ന് പറയുന്ന മൂവി. ലാലേട്ടൻ എന്തൊക്കെ പേക്കൂത്താണ് അതിനകത്ത് കാണിച്ചു കൂട്ടിയെന്ന് തമ്പുരാൻ അറിയാം. അത്രമാത്രം മോശമായിട്ടുള്ള കഥാപാത്രം, മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അയ്യേന്ന് ഫീൽ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. അത് ഒരു ഫാമിലി മൂവി ആയിട്ടാണ് ഇറക്കിയെങ്കിലും കോമഡി ആണെങ്കിലും ഈ കോമഡിക്ക് കണ്ടിരിക്കുമ്പോൾ നമുക്കത് സഹിക്കാൻ പോലും പറ്റാത്ത ടൈപ്പ് ഓഫ് കോമഡികളുണ്ട്. വളരെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അറപ്പുളവാക്കുന്ന കോമഡികൾ. നമ്മൾ ഈ പണ്ട് മായാമോഹിനി സിനിമയൊക്കെ പാരന്റ്സിന്റെ ഒക്കെ കൂടെ പോയി കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു നാണക്കേട് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്തുള്ള പല കോമഡികളും ആ പറയുന്ന ഒരു അഡൽട്ട് കോമഡി ആയത് കാരണം നമുക്കത് ഒരു വെറുപ്പ് അറപ്പൊക്കെ ഉണ്ടാക്കും. കാരണം നമ്മൾ നിൽക്കുന്ന ആ ഒരു ചുറ്റുപാട്, ഇരിക്കുന്ന സിനിമ കാണാൻ ഇരിക്കുന്ന ചുറ്റുപാടൊക്കെ അങ്ങനെയാണ്. അതിന്റെ ഒരു വേറെ ഭാഗമായിട്ടാണ് ഇട്ടിമാണി സിനിമയ്ക്കകത്തും ലാലേട്ടന്റെ കഥാപാത്രം വന്നിട്ടുള്ളത്. വളരെ ദുർബലമായിട്ടുള്ള ഒരു കഥ, ലാലിനെ, മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പോലെ രക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദുർബലമായിട്ടുള്ള സ്വന്തം പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ആ സിനിമ അങ്ങ് നാശമാക്കിയെന്ന് മാത്രമല്ല ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സിനിമ കൂടിയാണ് ഇട്ടിമാണി. അങ്ങനെ ആ സിനിമ വളരെയധികം മോശം അഭിപ്രായം നേടുകയും പരാജയപ്പെടുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് 2020 ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇരട്ട ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതിനകത്ത് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്കകത്തും പറയുന്ന പോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ദുർബലപ്പെട്ട സിനിമയും കാര്യങ്ങളും കഥയൊക്കെ ആയിരുന്നു. അതിനകത്ത് ആകെ എടുത്ത് പറയാവുന്ന നല്ല കൊള്ളാവുന്ന സാധനമുള്ളത് ആക്ഷൻ കൊറിയോഗ്രാഫി ആയിരുന്നു. പക്ഷെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയും തിയേറ്ററിൽ വളരെയധികം മോശമായിട്ടുള്ള അഭിപ്രായം നേടിയിട്ടുള്ള, വളരെയധികം ട്രോളുകൾക്കൊക്കെ വിധേയമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുള്ള സിനിമയായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാൻ പറ്റും. ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് തൊട്ട് പിന്നാലെ വന്ന സിനിമയാണ് ദൃശ്യം 2. ആക്ച്വലി ഒരു മൂവി തിയേറ്ററിലല്ല OTT-ലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമ ഒരു വൻ ഹിറ്റ് ആയിരുന്നു. OTT-ൽ വന്നതിൽ വെച്ച് ഒരു വൻ ഹിറ്റ് ആയിരുന്നു. ദൃശ്യം സിനിമയെ തന്നെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ രണ്ടാം ഭാഗമായിട്ട് എടുത്ത സിനിമ ദൃശ്യം സിനിമയിൽ നിലനിർത്തിയിട്ടുള്ള നിഗൂഢതയും കാര്യങ്ങളും സസ്പെൻസും ത്രില്ലറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വൻ അഭിപ്രായം നേടിയിട്ടുള്ള സിനിമയായെങ്കിലും മറ്റു സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ OTT-ൽ വൻ അഭിപ്രായം നേടി എന്നുള്ളതാണ് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ മികവായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമയാണ് ലാലേട്ടൻ ചെയ്തത്. വളരെയധികം ചീത്തപ്പേര് കേൾപ്പിച്ച് അങ്ങേയറ്റം ടെക്നിക്കലി ആണെങ്കിലും ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും തൊട്ട്
എത്രത്തോളം ചീത്തപ്പേര് കേൾപ്പിക്കാവോ അത്രത്തോളം ചീത്തപ്പേര് കേൾപ്പിച്ച് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കോമാളിയോളം സമമായിട്ട് പ്രേക്ഷകർ കണ്ടൊരു സിനിമ കൂടിയാണ് മരക്കാറ്. ഇതിനൊരു ഇമോഷണൽ ഡ്രാമയായിട്ട് കാണാൻ പറ്റില്ല, ഒരു യുദ്ധ ചിത്രമായിട്ട് കാണാൻ പറ്റില്ല, സാങ്കേതികപരമായിട്ട് ക്വാളിറ്റിയുള്ള സിനിമയായിട്ട് കാണാൻ പറ്റില്ല. വളരെ മോശം ഡയലോഗുകളുള്ള സിനിമയാണ്. അങ്ങനെ എത്രത്തോളം മോശമാക്കാവോ അത്രത്തോളം മോശമാക്കി. ഇതിനകത്തുള്ള ഡയലോഗുകൾ പോലും ആളുകൾ തമാശയായിട്ട് പറഞ്ഞു ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ലാൽ എന്ന് പറയുന്ന മോഹൻലാലിന്റെ കരിയറിൽ ഏറ്റവും അധികം ചീത്തപ്പേരുണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു സിനിമ കൂടിയായിട്ട് മാറുമായിരുന്നു മരക്കാറ്. പിന്നീട് അതിനുശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോ ഡാഡിയിലാണ് മോഹൻലാൽ വീണ്ടും അഭിനയിക്കുന്നത്. മോഹൻലാലിന്റെ മറ്റൊരു OTT ഹിറ്റായിരുന്നു ബ്രോ ഡാഡി. മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള സിനിമയാണ്. അച്ഛൻ മകൻ ബന്ധം പറയുന്ന സിനിമയാണ്. സംവിധായകനായ പൃഥ്വിരാജ് തന്നെയാണ് മോഹൻലാലിന്റെ മകനായിട്ടും സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലും ഇപ്പുറത്ത് OTT-യിൽ ദൃശ്യം 2, ഈ പറയുന്ന ബ്രോ ഡാഡി, 2 സിനിമകൾ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായം നേടിയ സിനിമ. അതിനുശേഷം വീണ്ടും OTT-യിലേക്ക് അടുത്ത സിനിമ വന്ന് ഹിറ്റ് അടിച്ചു. അതായിരുന്നു 12th മാൻ. 12 പേരുടെ കഥ പറയുന്ന, അതിൽ കുറ്റാന്വേഷകരായി വരുന്ന മോഹൻലാലിന്റെ കഥാപാത്രം അത്യാവശ്യം മികച്ച അഭിപ്രായം നേടി. ഒരു OTT സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള സിനിമ തരക്കേടില്ലാത്ത അഭിപ്രായങ്ങളും നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ തിയേറ്ററിൽ ഫ്ലോപ്പുകൾ കൊണ്ടുവരുന്നു, OTT-യിൽ വീണ്ടും ഹിറ്റുകൾ കൊണ്ടുവരുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ 3 സിനിമകളാണ് തുടർച്ചയായിട്ട് OTT-യിൽ ഹിറ്റ് അടിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഏറ്റവും വലിയ കോമാളി കഥാപാത്രമായിട്ടുള്ള, ഏറ്റവും അധികം ചീത്തപ്പേര് കൊടുത്തിട്ടുള്ള ലക്കി സിംഗ് ആയിട്ട് മോൺസ്റ്റർ സിനിമയിൽ ലാലേട്ടൻ വീണ്ടും വരുന്നത്. ഇത്രയും ഒരു മനുഷ്യനെ അധപ്പതിച്ചുകൊണ്ട് ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും, ഇത്രയും കോമാളി ആവാൻ പറ്റുന്ന ലാലേട്ടൻ പ്രൂവ് ചെയ്ത സിനിമ കൂടിയായിരുന്നു മോൺസ്റ്റർ. എന്തൊരു വൃത്തികെട്ട സ്ക്രിപ്റ്റ് ആണ്, എന്തൊരു വൃത്തികെട്ട അഭിനയമാണ്, എന്തൊരു വൃത്തികെട്ട കഥാപാത്രങ്ങളാണെന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഓരോ കഥാപാത്രങ്ങളും വൃത്തികെട്ട കഥാപാത്രങ്ങൾ, അറപ്പുളവാക്കുന്ന രംഗങ്ങൾ, അറപ്പുളവാക്കുന്ന ലാലേട്ടന്റെ കോമഡികൾ, അറപ്പുളവാക്കുന്ന ഡയലോഗ്സ് ഒക്കെ കൊണ്ട് ഇങ്ങനെ മോൺസ്റ്റർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളായിട്ട് നിറഞ്ഞു നിന്നു. അത്രയ്ക്കധികം ചീത്തപ്പേര് കൊടുത്തുകൊണ്ടായിരുന്നു മോൺസ്റ്റർ വീണ്ടും ഇദ്ദേഹം ചെയ്തത്. അപ്പൊ ഇദ്ദേഹം സമാസമം ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്: ഇപ്പുറത്ത് ഹിറ്റ് കൊടുക്കും, വീണ്ടും പോയിട്ട് ഒരു ഫ്ലോപ്പ് സിനിമയ്ക്ക് തലവെക്കും, വീണ്ടും ഹിറ്റ് കൊടുക്കും, വീണ്ടും ഫ്ലോപ്പ് സിനിമയ്ക്ക് തലവെക്കും. അപ്പൊ അത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം മോൺസ്റ്ററിന് ശേഷം വീണ്ടും വരുന്ന സിനിമയാണ് അലോൺ എന്ന് പറയുന്ന സിനിമ. ഷാജി കൈലാസ് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. ഈ സിനിമ കോവിഡ് കാലത്ത് വന്നിട്ടുള്ള മറ്റൊരു സിനിമയാണ്. ഷാജി കൈലാസിന്റെ ഈ സിനിമയിൽ ലാലേട്ടൻ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. പുള്ളിക്കാരന്റെ മാനറിസങ്ങള്, പുള്ളിക്കാരന്റെ ഈ പറയുന്ന ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിക്ക് വെറുപ്പിച്ച സിനിമയായിരുന്നു അലോണ്. പുള്ളിക്ക് മാത്രം ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയായിരുന്നു അലോണ്. എന്തിനോ വേണ്ടി സിനിമയൊക്കെ ഇറക്കിയിട്ട് പ്രേക്ഷകരെ കൂടി ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ അലോണും അത്യാവശ്യം നല്ല രീതിക്ക് പറയിപ്പിച്ചതിനു ശേഷം വീണ്ടും പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് നേര്. കുറച്ച് ഫ്ലോപ്പ് സിനിമകൾക്ക് ശേഷം തിയേറ്ററിൽ വരുന്ന ലാലേട്ടന്റെ ഹിറ്റ് മൂവിയാണ് നേര്. സംവിധാനം ചെയ്തത് ജിത്തു ജോസഫ് ആണ്. ആക്ച്വലി ഇതൊരു ലാലേട്ടന്റെ സിനിമയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇത് അനശ്വര രാജൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സിനിമയാണ്. പുള്ളിക്കാരി മാത്രമായിട്ട് മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ള, പുള്ളിക്കാരിയുടെ കിടിലം പെർഫോമൻസ് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള സിനിമയാണ് നേര്. അത് ജിത്തു ജോസഫ് ഭംഗിയായി ഡയറക്ട് ചെയ്ത് പ്രേക്ഷകർക്ക് തന്നു എന്നുള്ളതുള്ളൂ. ലാലേട്ടൻ ചെയ്ത കഥാപാത്രം പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് നിൽക്കില്ലെങ്കിലും അനശ്വര ചെയ്ത കഥാപാത്രം അത് ആരും സിനിമ കണ്ട ഒരാൾ പോലും മറക്കില്ല. സോ നേരെന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരുടെ ഉള്ളിൽ ഇന്ന് നിൽക്കുന്നെങ്കിൽ ഒരൊറ്റ കാരണം അത് അനശ്വര മാത്രമാണ്. എന്തായാലും ലാലേട്ടൻ അഭിനയിച്ച സിനിമ അത് നല്ല അഭിപ്രായം നേടിയിട്ടുണ്ട്. അതിനുശേഷം വൻ പ്രതീക്ഷയോട് കൂടി 2024 വന്ന സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസ് പെല്ലിശ്ശേരി ഡയറക്ട് ചെയ്ത ഈ ഒരു സിനിമ വൻ ഹിറ്റാകുമെന്ന് വിചാരിച്ച് തിയേറ്ററിൽ നിന്ന് കത്തുമെന്നുള്ള ഒരു സംഭവമൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ ഒരുപാട് പ്രതീക്ഷിപ്പിച്ച് തിയേറ്ററിൽ വരുന്നു. ഒരുപാട് പ്രതീക്ഷയോട് കൂടി വന്ന സിനിമ വൻ ഫ്ലോപ്പായിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നു. മാക്സിമം മോഹൻലാലിന് അങ്ങേയറ്റം ചീത്തപ്പേരുണ്ടാക്കി കൊടുത്ത മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ ഒരു തകർച്ചയുടെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന സംഭവമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ. 2ാം ഭാഗമൊക്കെ ഇറക്കണമെന്ന് പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് ഉണ്ടാക്കിയെടുത്ത സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. പക്ഷേ 2ാം ഭാഗം ഇറക്കാനുള്ള ആ ഒരു ഉദ്ദേശമൊക്കെ അവർ മാറ്റിവെച്ചു. ഫസ്റ്റ് ഭാഗം തന്നെ വൻ ഫ്ലോപ്പ് ആയത് കാരണം ഇനി 2ാം ഭാഗം ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ ലാലേട്ടന് വൻ ചീത്തപ്പേരിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മാത്രമല്ല, മോഹൻലാൽ എന്ന് പറയുന്ന സംവിധായകനെ പോലും തകർക്കുന്ന രീതിക്കാണ് അടുത്ത സിനിമ വന്നത്. ബറോസ് എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വപ്ന സിനിമയായിട്ടുള്ള ആദ്യത്തെ സംവിധാന സംരംഭമായിട്ടുള്ള സിനിമ തിയേറ്ററിൽ വരുന്നു. വന്നു കഴിഞ്ഞ് അങ്ങേയറ്റം ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് മലയാളികൾക്ക് മുഴുവൻ പറഞ്ഞു ചിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആക്കിക്കൊണ്ട് മോഹൻലാൽ അവിടെയും ചീത്തപ്പേര് കേൾപ്പിച്ചു. അങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി 13ഓളം സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് അതിൽ ഹിറ്റുകളും ഫ്ലോപ്പുകളും തീർത്തുകൊണ്ടാണ്
ലൂസിഫർ തൊട്ട് എമ്പുരാൻ വരേക്കും എത്തിയിട്ടുള്ളത്. ബറോസിന് ശേഷം ഇനി വരാൻ പോകുന്ന സിനിമയാണ് എമ്പുരാൻ. ഇവിടെയെങ്കിലും ഇദ്ദേഹം ഈ പറഞ്ഞ സംഭവങ്ങളെയൊക്കെ മാറ്റി പൊളിച്ചെഴുതുമെന്നും എമ്പുരാൻ വൻ ഹിറ്റായി തീരുമെന്നും അതിനുശേഷം വരാൻ പോകുന്ന ഹൃദയപൂർവ്വം അതുപോലെ തന്നെ മറ്റു സിനിമകളൊക്കെയും വൻ ഹിറ്റാകുമെന്നുമൊക്കെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ലാലേട്ടനെ ഇത്രയ്ക്കധികം തകർന്ന അവസ്ഥയിൽ കാണാൻ താല്പര്യമില്ല. മലയാളത്തിന്റെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി പണ്ടത്തെ മോഹൻലാലായി തിരിച്ചു വന്നില്ലെങ്കിലും ഏറ്റവും നല്ല സിനിമകളിലൂടെ ആ ലാൽ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇവിടെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ നടന്റെ ഒരു വലിയ വിജയം എമ്പുരാൻ വഴി സംഭവിക്കട്ടെ. ഈ കേട്ട ഒരു 6 വർഷത്തെ സിനിമാ ചരിത്രം ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ലാലേട്ടന്റെ ഒരു ഹിറ്റ് ഇവിടെ സംഭവിക്കും. തുടർന്ന് വൻ ഹിറ്റുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ആശംസിക്കാം. വരാനിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ടന്റെ പ്രകടനത്തിന് നമുക്ക് എല്ലാവിധ ആശംസയോടും കൂടി തന്നെ കാണാൻ പോകാം.